ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നിധിയെ നീതുവിന്റെ ഏട്ടനായ അഖിലും കൂടെ കൂട്ടുകാരും കൂടി ചേർന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് കളിയാക്കുകയാണ്. കരഞ്ഞുകൊണ്ട് നിധി അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നിധിയുടെ കരച്ചിൽ കണ്ട് സുഭാഷും സുധീഷും നികേഷും എല്ലാവരും തന്നെ എന്താണ് കാര്യമെന്ന് അങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ കാര്യം അറിഞ്ഞതിനു ശേഷം ഇതങ്ങനെ വിട്ടാ പറ്റില്ലെന്ന് പറഞ്ഞ് അവരങ്ങനെ നിധിയെ വിളിച്ചുകൊണ്ട് വീണ്ടും കവലയ്ക്ക് പോവുകയാണ്. അഖിലിനെ പിടിച്ച് അടിക്കാനായി. അങ്ങനെ കവലയിലെത്തിയതിനു ശേഷം സുധീഷ് ചോദിക്കുന്നുണ്ട് നിധിയോട്, നിന്നെ ആരാണ് കളിയാക്കിയതെന്ന്. അങ്ങനെ നിധി അഖിലാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് സുധീഷും സുഭാഷും നികേഷും കൂടി അഖിലിനെയും കൂട്ടുകാരെയും തല്ലി ചതക്കിയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഹരീഷും വരുന്നുണ്ട്. അങ്ങനെ അഖിലിനെ പിടിച്ചടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഭാസ്കരൻ വരുന്നത്. ഭാസ്കരൻ നിധിയോട് എന്താണ് മോളെ കാര്യമെന്ന് ചോദിക്കുകയാണ്. കാര്യം അറിഞ്ഞതിനു ശേഷം ഭാസ്കരൻ അവിടെയുള്ള നാട്ടുകാരോട് പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയെ കളിയാക്കിയത് കണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ മിണ്ടാതെ നിൽക്കുകയായിരുന്നില്ലേടാ. മക്കളെ, നിങ്ങൾ എന്തായാലും അവരെ വെറുതെ വിടണ്ട, അടിച്ചൊതുക്കുക എന്ന് പറയുകയാണ് ഭാസ്കരനും. അങ്ങനെ തലങ്ങും വിലങ്ങും അഖിലിനെയും കൂട്ടുകാരെയും അവര് അടിച്ചൊതുക്കുകയാണ്. അങ്ങനെ സുധീഷ് അഖിലിനെ പിടിച്ചുകൊണ്ടുവന്ന് നിധിയുടെ കാലിഞ്ചോട്ടിലിട്ടുകൊണ്ട് സോറി പറയാനായി പറയാണ്. അങ്ങനെ അഖില് സോറി പറയുന്നുണ്ട് നിധിയോട്. പിന്നീട് അഖിലും കൂട്ടുകാരും അവരിൽ നിന്നും വേഗം വണ്ടിയും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. നിധിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും വീട്ടിലേക്ക് എത്തുകയാണ്. സുധീഷ് അപ്പോ നിധിയോട് പറയുന്നുണ്ട്, അവൻ ആദ്യം കളിയാക്കിയ സമയത്ത് നിനക്കിത് പറഞ്ഞുകൂടായിരുന്നോ നിധി? എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? എടാ നികേഷേ, നിനക്കെങ്കിലും ഞങ്ങളോട് കാര്യങ്ങൾ പറയാമായിരുന്നോ എന്നങ്ങനെ ചോദിക്കുകയാണ്. നികേഷ് അപ്പൊ പറയുന്നുണ്ട്, ഞാൻ പറയാൻ നിന്നതാണ്, ഏട്ടത്തിയാണ് പറയണ്ട എന്ന് പറഞ്ഞ് എന്നെ വിലക്കിയതെന്ന് പറയാണ്. സുഭാഷ് അപ്പൊ പറയുന്നുണ്ട്, മോളെ ഇതൊന്നും അങ്ങനെ വിട്ടുകളയാൻ പാടില്ല. നിനക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന് അവന് ബോധ്യപ്പെടണം. ഗിലെ അവനൊക്കെ പഠിക്കൂ എന്ന് സുഭാഷ് അങ്ങനെ പറയാണ്. നികേഷ് അപ്പൊ നിധിയോട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിക്ക് ഇതിൽ സങ്കടമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ സങ്കടമില്ല. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് വേണ്ടി വന്ന് ചോദിച്ചില്ലേ, അപ്പൊ എന്റെ സങ്കടം മാറി. അടി എന്തായാലും അവനൊരു പാഠമായിരിക്കണം റാസ്കൽ എന്നങ്ങനെ നിധി പറയുമ്പോ സുധീഷ് പറയുന്നുണ്ട്, അവനിട്ട് കൊടുത്തതൊന്നും പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ കൈയും കാലും കൂടി തല്ലി ഒടിക്കണമായിരുന്നു എന്നങ്ങനെ പറയുമ്പോ നിധി ചോദിക്കുന്നുണ്ട്, എന്നിട്ടോ അത് പോലീസ് കേസ് ആവാനാണോ എന്ന് ചോദിക്കുമ്പോ സുധീഷ് പറയുന്നുണ്ട്, ആവുകയാണെങ്കിൽ അങ്ങോട്ട് ആവട്ടെ. ഞങ്ങളും അവന്റെ വീട്ടിൽ പോയി സംസാരിച്ചതല്ലേ, പക്ഷെ ഞങ്ങൾ അവിടെ സ്ത്രീകളോട് മോശമായി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഇവൻ ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉത്തരം ചോദിക്കാനാണെങ്കിൽ അത് ഞങ്ങളോടത്തേക്ക് വരണം, അല്ലാതെ നിന്റെ അടുത്ത് വന്ന് ആണത്തം കാണിക്കുകയാണോ വേണ്ടത്? വരുന്ന ദേഷ്യത്തിന് അവന് കൊന്നുകളയാൻ തോന്നുന്നു എന്ന് സുധീഷ് അങ്ങനെ പറയുകയാണ്. നികേഷ് അപ്പൊ അത് കേട്ടുകൊണ്ട് അങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നീട് ഹരീഷ് പോയി നിധിയോട്, ഏട്ടത്തി സോറി, ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഏട്ടത്തിക്ക് സംഭവിച്ചത്, എന്നോട് ക്ഷമിക്കണമെന്ന് അങ്ങനെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, എന്തിനാ ഹരീഷെ നീ എന്നോട് സോറി പറയുന്നത്, നീ അതിന് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് നിധി അങ്ങനെ പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നീതുവിന്റെ കാര്യം വന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, അതിനാണ് ഞാൻ സോറി പറയുന്നതെന്ന് ഹരീഷ് അങ്ങനെ പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഹരീഷേ, അങ്ങനെയൊന്നും നീ വിചാരിക്കണ്ട. അവനെ ഒരു പെണ്ണിനോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് അറിയണ്ടേ. എന്തായാലും അഖിലിന് ഒരു അനിയത്തിയുള്ളതല്ലേ, അവളോടും അവൻ ഇങ്ങനെയാണോ പെരുമാറുന്നത്? അതെല്ലാം അവന്റെ വളർത്തു ദോഷമാണ്, അല്ലാതെ നീ അതിനെന്തു ചെയ്തു? നിധി മോളെ, ഇനി നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, നടക്കാൻ പാടില്ലാത്തതായിരുന്നു, എന്നാലും നീ അത് മറന്നേക്ക് എന്ന് സുഭാഷ് അങ്ങനെ പറയുമ്പോൾ നിധി സന്തോഷത്തോടെ പറയുന്നുണ്ട്, എനിക്ക് വിഷമൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചോദിക്കാനും പറയാനും നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിൽ കൂടുതൽ എനിക്ക് എന്താണ് വേണ്ടത്? അവനങ്ങനെ പറഞ്ഞപ്പോ അവന്റെ പല്ലടിച്ചു കൊഴിക്കുകയായിരുന്നു വേണ്ടത്, അതെല്ലാം നിങ്ങൾ ചെയ്തല്ലോ. അവൻ ഒരു പെൺകുട്ടിയോടും ഇങ്ങനെ നോക്കി സംസാരിക്കരുത്. അവൻ അങ്ങനെ പറയാൻ വാ തുറക്കുമ്പോൾ ഈ കാര്യങ്ങൾ അവൻ ഓർക്കും. എനിക്കത് മതി എന്ന് പറഞ്ഞ് നിധി അങ്ങനെ ചിരിക്കുകയാണ്. അത് കണ്ട് എല്ലാവർക്കും തന്നെ സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം നീതു അങ്ങനെ വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും കണ്ടുവന്ന് സീത നീതുവിനെ ചീത്ത പറഞ്ഞ് TV ഓഫ് ചെയ്യാണ്. അമ്മയ്ക്ക് എന്താ, എനിക്ക് TV കാണാനും പാടില്ലേ എന്ന് നീതു അങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ സീതയും ദേഷ്യപ്പെടുകയാണ്. സീത അപ്പൊ പറയുന്നുണ്ട്, നീ TV നോക്കിക്കൊണ്ട് മനസ്സിലെന്താ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി, മര്യാദയ്ക്ക് സ്വപ്നം കാണാതെ പോയി വീട് അടിച്ചു തുടക്കടി എന്ന് പറയാണ്. അങ്ങനെ അവര് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അഖില് സ്കൂട്ടിയിൽ വരുന്നത്. ആകെ അവശനായിക്കൊണ്ട് അഖിലിന്റെ ആ വരവ് കണ്ട് സീത ആകെ പേടിക്കുന്നുണ്ട്. അങ്ങനെ അഖിലിനെ വേഗം പോയി സീത പിടിച്ചുകൊണ്ടുവന്ന് ചെയറിൽ ഇരുത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ മോനെ നിനക്ക് പറ്റിയത്, നീ വണ്ടിയിൽ നിന്ന് വീണോ? എപ്പോഴും ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് സൂക്ഷിച്ചു ഓടിക്കാനായി പറയുന്നില്ലേ, ഇതിപ്പോ ആകെ മുറിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സീത അങ്ങനെ വെപ്രാളപ്പെടുകയാണ്. അഖിലപ്പോ വെള്ളം വേണമെന്ന് പറയുന്നുണ്ട്. നീതു അപ്പോഴേക്കും വെള്ളം കൊടുക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഖിലിന്റെ അച്ഛനും വരികയാണ്. അഖിലപ്പോ പറയുന്നുണ്ട്, ഞാൻ വണ്ടിയിൽ നിന്ന് വീണതാണെന്ന് നിങ്ങളോട് പറഞ്ഞോ? എനിക്ക്
ഇങ്ങനെ ഉണ്ടായതിനെല്ലാം കാരണം ദാ ഇവളാണ്. ഇവള് പ്രേമിക്കുന്ന ആ തെണ്ടിയിലെ അവനും അവന്റെ ചേട്ടന്മാരും കൂടി ചേർന്നാണ് എന്നെ തല്ലിയത് എന്ന് അഖിൽ അങ്ങനെ പറയുമ്പോ നീതു പറയുന്നുണ്ട്, വെറുതെ ഓരോന്നുണ്ടാക്കി പറയല്ലേ, ഇവരെന്തിനാണ് നിന്നെ തല്ലേണ്ടത്, എല്ലായിടത്തും പോയി അടി വാങ്ങിയിട്ട് അത് അവരുടെ മേലെ കെട്ടിവെക്കണ്ട എന്ന് നീതു അങ്ങനെ ദേഷ്യത്തോടെ പറയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന് അഖിൽ എഴുന്നേറ്റ് നീതുവിനെ അടിക്കാനായി പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ എനിക്ക് അല്ലെങ്കിലേ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് എന്നങ്ങനെ അഖില് പറയുമ്പോ സീത പറയുന്നുണ്ട്, ഇങ്ങനെ സംസാരിച്ചു നിൽക്കണ്ട, വേഗം പോയി വണ്ടിയെടുക്ക്, നമുക്ക് ഇവനെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാണ്. നീതു അപ്പൊ ചോദിക്കുന്നുണ്ട്, അങ്ങനെ അടിക്കാൻ മാത്രം ലേട്ടൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോ അഖില് പറയുന്നുണ്ട്, ഇവള് ചോദിക്കുന്നത് കേട്ടില്ലേ അമ്മേ, അവരെ ഞാൻ എന്താ ചെയ്തതെന്ന് എന്ന് അഖിൽ അങ്ങനെ പറയുമ്പോ നീതു വീണ്ടും പറയുന്നുണ്ട്, അഖിലേട്ടൻ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പോവാതെ അവര് വന്ന് ഏട്ടനെ കൂട്ടമായി അടിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് പാടാണ് എന്ന് നീതു അങ്ങനെ പറയാണ്. അഖിലപ്പ പറയുന്നുണ്ട്, എന്റെ പെങ്ങളുടെ പിന്നാലെ ചുറ്റി കറങ്ങരുത് എന്ന് പറയാൻ പോയതിനാണ് അവരെന്നെ പിടിച്ച് തല്ലിയത്, നിനക്കിപ്പോ അതൊരു പ്രശ്നമല്ലല്ലേ എന്ന് അഖിൽ അങ്ങനെ ചോദിക്കുകയാണ്. സീത അപ്പൊ പറയുന്നുണ്ട്, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തായാലും ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് സീത പുറത്തേക്ക് പോയി അടുത്തുള്ള ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കാര്യം എന്താണെന്ന് പറയുകയാണ്. അങ്ങനെ അഖിലിനോട് അവര് പറയുന്നുണ്ട്, അഖിലെ ഇതങ്ങനെ വിട്ടുകൂടാ, ചോദിക്കാനും പറയാനും ആളുകളുണ്ട്, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ അഖിലിനെയും വിളിച്ചുകൊണ്ട് അഖിലിന്റെ അച്ഛനും സീതയും അശോകനും രവിയും എല്ലാവരും കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈന്റ് ചെയ്ത് അവിടുന്ന് നേരെ സുഭാഷിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം എല്ലാവരെയും പുറത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. നികേഷും നിധിയും മാത്രം ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. കൗൺസിലറിനെയും വിളിച്ചുകൊണ്ടാണ് സീത അങ്ങനെ അവരോട് ചോദിക്കാനായി വന്നിരിക്കുന്നത്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഭാസ്കരനും വരുന്നുണ്ട്. കൗൺസിലർ എന്നിട്ട്, എന്തിനാണ് നിങ്ങളിങ്ങനെ സംഘമായി അഖിലിനെ പിടിച്ച് തല്ലിയത്, എന്താ ഈ നാട്ടിൽ അവന് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോ എന്നെല്ലാം കൗൺസിലർ അങ്ങനെ ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഭാസ്കരനപ്പ പറയുന്നുണ്ട്, എടോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വീട്ടിൽ വന്ന് ചോദിക്കാൻ നിൽക്കണ്ട, ആദ്യം പോയി താൻ ആ ലക്ഷം വീട്ടിലെ കുടിവെള്ളം വരാത്തതിന്റെയും അവലയിലുള്ള ഫാക്ടറിയിലെ കക്കൂസ് മാലിന്യം വരുന്നതും ആദ്യം അതൊക്കെ പോയി ശരിയാക്ക്, എന്നിട്ട് ഇവിടെ ചോദിക്കാൻ വായോ എന്നങ്ങനെ ഭാസ്കരൻ പറയാണ്. സീത അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളടുത്ത് വഴക്കുണ്ടാക്കാൻ വന്നതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കെതിരെയും പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്, അവരിങ്ങോട്ടേക്ക് വരും, എല്ലാത്തിനെയും അകത്തു കൊണ്ടുപോയിടാൻ എന്റെ മോനെ തല്ലി ചതച്ചിട്ട് അങ്ങനെ നിങ്ങൾ ആരും രക്ഷപ്പെടണ്ട, എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ഇതാ ഇവനെതിരെ എന്റെ മകൻ ചോദ്യം ചെയ്തു, അത് തെറ്റാണോ, അത് ചോദിച്ചതിനല്ലേ അവനെ എല്ലാവരും പിടിച്ചടിച്ചത്, പട്ടിയെ തല്ലുന്നതുപോലെയല്ലേ തല്ലി ചതച്ചത് എന്നെല്ലാം സീത അങ്ങനെ പറയാണ്. ഇത് കേട്ടുകൊണ്ട് സുധീഷ് പറയുന്നുണ്ട്, ഞങ്ങള് വെറുതെ ഒന്നല്ല ഇവനെ പിടിച്ചടിച്ചത്, കൗൺസിലറെ എന്റെ ഭാര്യയെ നടുറോഡിൽ വെച്ച് ഇവൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു നോക്ക്, അനാവശ്യം കേട്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണോ, ഇനിപ്പോഴും ജീവനോട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ സമാധാനിക്കുക വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്നൊക്കെ സുധീഷ് അങ്ങനെ പറയാണ്. ഭാസ്കരൻ അപ്പൊ സുധീഷിനോട് പറയുന്നുണ്ട്, എടാ സുധീഷേ, അങ്ങനെ പോലീസുകാർ നിന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവന്റെ കയ്യും കാലും കൂടി ഒന്ന് തല്ലി ഒടിച്ചേക്കണേ, ഹൈക്കോർട്ടിലിടാൻ വെച്ച പുതിയ തായ് അപ്പുറത്തിരിപ്പുണ്ട്, അതെടുത്താൽ മതി, ഇവിടത്തെ മരുമകളെ അപമാനിച്ച് അങ്ങനെ അവർ രണ്ടു കാലിൽ നടക്കണ്ട എന്നെല്ലാം ഭാസ്കരൻ അങ്ങനെ പറയുമ്പോ സുധീഷും ഹരീഷും ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. കൗൺസിലർ അപ്പോ സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ എന്ത് വർത്തമാനമാണ് സുഭാഷ് ഈ പറയുന്നത്, ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്ന് വിചാരമെങ്കിലും വേണ്ടേ, നിന്റെ അനിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, അച്ഛൻ കാല് തല്ലി ഓടിക്കാൻ പറയുന്നു, ഇതാ നിങ്ങളെല്ലാരും വിചാരിച്ചിരിക്കുന്നതെന്ന് കൗൺസിലർ അങ്ങനെ ചോദിക്കുകയാണ്. സുഭാഷ് അപ്പൊ പറയുന്നുണ്ട്, എന്താ ഏതാ എന്നറിയാതെ ഇവരുടെ ഭാഗം മാത്രം സാറ് സംസാരിക്കാൻ നിൽക്കരുത് എന്ന് സുഭാഷ് അങ്ങനെ പറയുമ്പോ സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, ഏട്ടനൊന്നും മിണ്ടാതിരിക്കെ, ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞ് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മിണ്ടാതിരിക്കണമെന്നാണ് ഇവര് പറയുന്നത്, ഇത് നടക്കില്ലെന്ന് സുധീഷ് അങ്ങനെ പറയുമ്പോ ചന്ദ്രൻ സുധീഷിനെ പിടിച്ചടിക്കാനായി പോവുകയാണ്. ഭാസ്കരനും കൗൺസിലറും ഒക്കെ അപ്പോ ചന്ദ്രനോട് അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസുകാർ വരുന്നത്. ഇതി അപ്പോ പുറത്തേക്ക് പോവാൻ നിൽക്കുന്നുണ്ടെങ്കിലും നികേഷ് ഏട്ടത്തി പോവണ്ട ഇപ്പോ എന്ന് പറയാണ്. പിന്നീട് പോലീസുകാരൻ വന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. കൗൺസിലർ അപ്പോ അഖിലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഭാസ്കരനെയും മക്കളെയും കുറ്റം പറയുകയാണ്. അഖിൽ എന്ന ഈ ചെറുപ്പക്കാരനെ പിടിച്ചു തല്ലിയെന്ന് കൗൺസിലർ അങ്ങനെ പറയാണ്. ചന്ദ്രനും സീതയപ്പ പറയുന്നുണ്ട്, ഇവരെ പിടിച്ച് ജയിലിടണം സാറേ, എങ്കിലേ ഇവരൊക്കെ പഠിക്കൂ എന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ട് നിധി ദേഷ്യം വന്നങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.